സോ ഞാനിപ്പോൾ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞ ടേബിളിനകത്ത് ഒരു 4 ഐറ്റംസ് ആഡ് ചെയ്തു, 4 ഇവൻറ്റ് ആഡ് ചെയ്തു. ഓക്കെ, സോ നമ്മൾ അതുപോലെ തന്നെ മാനോ.py എന്ന് പറഞ്ഞ കമാൻഡ് റൺ ചെയ്ത് നോക്കിയപ്പം ഇതിനകത്ത് കുറേ ഐറ്റംസ് ഇട്ടില്ല. വി ക്യാൻ യൂസ് ദിസ് ഷെൽ. ഷെൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പൈത്തൻ്റെ തന്നെ ഷെല്ല് കിട്ടും, പക്ഷെ അതിൽ ഓൾറെഡി ജാങ്കോ ലോഡഡ് ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, പൈത്തൻ്റെ തന്നെ ഷെല്ല് കിട്ടും, ജാങ്കോ ഓൾറെഡി ലോഡഡ് ആയിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പം പൈത്തൻ്റെ ഇതിൽ ഡയറക്റ്റ് പോയിട്ട് നമുക്കിങ്ങനെ ഓരോന്ന് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഇവൻറ്റിൻ്റെ രജിസ്ട്രേഷൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇമ്പോർട്ട് ചെയ്തു. ഫ്രം event.models ഇമ്പോർട്ട് ഇവന്റ് രജിസ്ട്രേഷൻ. ഫൈൻ. ഈ ഇവന്റ് എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ടോ, ഇത് പൈത്തൻ്റെ സെയിം ഷെല്ലാണ് കേട്ടോ. ഈ ഇവന്റ് എന്ന് പറഞ്ഞ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ event.models.event ഇതൊരു ക്ലാസ് ആണ്. അതെവിടെയാണ് കിടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ട്യൂട്ടോറിയൽസിൻ്റെ സെക്കൻഡ് സെക്ഷനോട് വന്നായിരുന്നു. അതിൽ ജാങ്കോ ഇതൊന്ന് റെഫർ ചെയ്ത് പോവുകയാണ്. ഓൾറെഡി ഡേറ്റാബേസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യവും ഡേറ്റാബേസിൻ്റെ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇൻസ്റ്റാൾ ആപ്സിൽ കൊണ്ടുവന്ന് ആഡ് ചെയ്യുന്ന കാര്യമേ അതിൻ്റെ SQL, അതിൻ്റെ മൈഗ്രേഷൻ ഫയൽസ്, പിന്നെ പറയുന്ന കാര്യമാണ് ഷെൽ. ഓക്കെ, ഈ ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു പ്ലേ ഏരിയ എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു അറേന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫൈൻ. ഇവിടെ നമുക്ക് ഓൾറെഡി ഇവന്റ് എന്ന് പറഞ്ഞൊരു ടേബിൾ ഉണ്ട് അല്ലേ. അപ്പം ഇവന്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് നമ്മൾ ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ event.objects.all എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവന്റ് എന്ന് പറഞ്ഞ ഡേറ്റാബേസിലുള്ള എല്ലാ റോസും എടുക്കും. എങ്ങനെ? ഇവന്റ് എന്ന് പറഞ്ഞ ഡേറ്റാബേസിലുള്ള ടേബിളിലുള്ള എല്ലാ റോസും ഇവന്റ് 4 ടേബിൾ. ഞാൻ ഓൾറെഡി പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഷീറ്റുമായിട്ട് എങ്ങനെയാണ് ഷീറ്റ് പോലെ ഇരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്തൊക്കെ കോളംസ് വേണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കും. ഓരോ എൻട്രി വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ആഡപ്പായി പോവുകയാണ് ചെയ്യുന്നത്. ഫൈൻ. ഇപ്പോൾ ഗൂഗിൾ ഷീറ്റ് എന്താണ്, DB എന്താണെന്നുള്ള കാര്യം അത് നമ്മുടെ റിലേഷനും പിടിയിട്ട് എന്ന് ഞാൻ കരുതുന്നു. നൗ യു ക്യാൻ അറ്റ്ലീസ്റ്റ് എന്താ പറയുന്നത്, ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റും, രണ്ടുപേരും കമ്പയർ ചെയ്യാൻ പറ്റുന്ന പരുവത്തിലായി. സോ വാട്ട്സ് നെക്സ്റ്റ്? ഓക്കെ, ഇവിടെ DB കണ്ടു. സോ ഇവിടെ എന്താണ്, event.objects.all എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇതിൽ എത്ര എൻട്രീസ് ഉണ്ട്? ഇവന്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് മ്യൂസിക്, ഇവന്റ് രജിസ്ട്രേഷന്, ഡൂയിങ്, പോയിന്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ event.objects.all ഫസ്റ്റ് ഐറ്റത്തെ ഞാൻ എടുത്തു. ഇതൊരു ലിസ്റ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. E1 അല്ലെങ്കിൽ എന്താണ്, LM എന്ന് വെച്ചാൽ ലൈറ്റ് മ്യൂസിക്കിന്റെ ഷോർട്ട് ഫോം. അപ്പോൾ LM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LMന്റെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതൊരു ഇവന്റ് എന്ന് പറഞ്ഞ ക്ലാസ് ഇല്ലേ, ആ ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ആണ് LM എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്താണ്, ഈ ഇവന്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിലുള്ള എല്ലാ അട്രിബ്യൂട്ടും ഇവിടെ കാണണം. LM.ടൈറ്റിൽ വിളിച്ചു കഴിഞ്ഞാൽ ആ ടൈറ്റിൽ കിട്ടി. LM.ഡിസ്ക്രിപ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, എംപ്റ്റി ആണ്. LM. ഇതെങ്ങനെ വരും, ഒരു ഡേറ്റ് ടൈം ഒബ്ജക്റ്റ് ആയിട്ട് വന്നു. യു ഗോട്ട് ദാറ്റ്? എപ്പോഴാണ് ക്ലാസ് ഇത് ചെയ്യുന്നതെന്നുള്ള ക്ലോസ് ചെയ്യുന്നതെന്നുള്ള ഒബ്ജക്റ്റ് ആയിട്ട് വന്നു. സോ ആ സെയിം ആസ് അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യും, ഒബ്ജക്റ്റ് ആയിട്ട് വരും. സോ ഇവിടെ എന്താണ്, നമുക്കൊരു പൈത്തൺ ഒബ്ജക്റ്റ് പോലെ, ഇത് നിങ്ങൾക്ക് ആർക്കും കൺഫ്യൂഷൻ കാണില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു event.object.all = 0 = L(0). അതായത് ഇതെന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റം ആണ്. ആ ലിസ്റ്റ് ഓഫ് ഐറ്റത്തിലെ ഫസ്റ്റ് ഐറ്റത്തെ എടുത്തിട്ട് എന്ത് ചെയ്യും, എല്ലാം എന്ന് പറഞ്ഞ വേരിയബിളിനകത്തോട്ടിട്ടു എല്ലാം ഡോട്ട് ഇതിൽ ഏത് അട്രിബ്യൂട്ട് വിളിച്ചു കഴിഞ്ഞാലും ആ സാധനം ഇവിടെ കിട്ടും. ഫൈൻ. LM.ടൈറ്റിൽ ലൈറ്റ് മ്യൂസിക് കിട്ടിയില്ലേ. സോ VCR ലൈറ്റ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി കണ്ടു. ഇനി .ഡിസ്ക്രിപ്ഷൻ = ഞാൻ എന്ത് ചെയ്യാൻ പോവാ, എൻ്റെ ഒരു റാൻഡം ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാൻ പോവാണ്.
ഓക്കെ, ഒരു ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്തു. നീ എല്ലാം ഡോട്ട് സേവ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് മ്യൂസിക്കിന്റെ ഒബ്ജക്റ്റ് ആണ്. സേവ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ സേവ് ആയി. സംശയമുണ്ടോ? ഇവിടെ റീഫ്രഷ് ചെയ്ത് നോക്കിയാലേ ആ സാധനം ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഇത് ഡേറ്റാബേസ് ആണ്. ഡേറ്റാബേസ് ഒന്ന് കടന്നു കഴിഞ്ഞ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഒരു ഒബ്ജക്റ്റിനെ ഒരു അട്രിബ്യൂട്ടിനെ മാറ്റുക, സേവ് ചെയ്യുക. അത്രേ ഉള്ളൂ ഒരു അട്രിബ്യൂട്ടിനെ സേവ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം. ഹോപ്പ് ഇസ് ക്ലിയർ. ഇത് ക്ലിയർ ആയിരുന്നു. ടെർമിനൽ ആയതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആദ്യം എന്ത് ചെയ്തു? എല്ലാം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഉണ്ടാക്കി ആ ടൈറ്റിൽ പ്രിന്റ് ചെയ്ത് നോക്കി. പിന്നെ ഡിസ്ക്രിപ്ഷനകത്ത് എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു വാല്യൂ സെറ്റ് ചെയ്തു. അതിനുശേഷം അതിലോട്ട് സേവ് വിളിച്ച് കഴിഞ്ഞപ്പോൾ സാധനം സേവ് ആയി. ഡേറ്റാബേസിലൂടെ വരികയും ചെയ്തു. ഹോപ്പ് ഇസ് ക്ലിയർ. ഓക്കെ, ഇനി എല്ലാം ഡോട്ട് ഐ ഡി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഐ ഡി എത്രയാണോ ഐ ഡി ഇവിടെ കാണാം. വി ഓൾസോ ഹാവ് അനദർ കീ. എല്ലാം ഡോട്ട് പി കെ എന്ന് വിളിക്കുക. പി കെ എന്ന് മീൻസ് പ്രൈമറി കീ എന്നാണ്. നമ്മൾ ഇവിടെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഐ ഡി ഫീൽഡ് തന്നെ ആയതുകൊണ്ട് ഐ ഡി ഫീൽഡിന്റെ വാല്യൂ എന്താണോ അതവിടെ കാണിക്കും. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഫൈൻ. അപ്പം നമ്മൾ ഇവന്റ് ഡോട്ട് ഒബ്ജക്ട് ഡോട്ട് ഓൾ എന്താന്ന് മനസ്സിലായി. അതിനൊരു ഇവന്റിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് മനസ്സിലായി. അത് ഡോട്ട് സേവ് വിളിച്ച് കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി അല്ലേ? ഓക്കെ, ഇവന്റ് ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഓൾ വിളിച്ചു കഴിഞ്ഞാൽ ഓൾ ഡോട്ട് കൗണ്ട് വിളിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കൗണ്ട് കിട്ടും. അതിപ്പോ ഇതൊരു ലിസ്റ്റ് പോലാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലെങ്ത് വിളിച്ചു കഴിഞ്ഞാലും ഇതിന്റെ കൗണ്ട് കിട്ടണ്ടേ അല്ലേ? ലെങ്ത് വിളിച്ചാൽ കൗണ്ട് കിട്ടുമോ നോക്കാം. ലെങ്ത് വിളിച്ചാലും കൗണ്ട് കിട്ടും. പിന്നെന്താ ഇതിന്റെ പ്രത്യേകത? ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവന്റ് ഡോട്ട് ഒബ്ജക്ട് ഡോട്ട് ഓൾ ഡോട്ട് കൗണ്ട് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നു? ഇത് എന്ത് ചെയ്യുന്നു? ഇങ്ങനൊരു ഒബ്ജക്റ്റ് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും സംഭവിക്കുന്നത് ഇതൊരു കൊറി എക്സിക്യൂട്ട് ആവുക. ഡോട്ട് വൈ ആ കൊറി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒരു സോറി, ഞാൻ ഉദ്ദേശിച്ചൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. str സ്ട്രിങ് ഓഫ് ഓൾ ഡോട്ട് കൗണ്ട്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഞാൻ ക്ലിയർ ആക്കി തരാം. ഇവന്റ് ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഓൾ എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട്. പക്ഷേ ആ ഒരു കൊറി ഉണ്ട്. ആ കൊറി എന്ത് ചെയ്തു? ഞാൻ ഒരു ബ്രാക്കറ്റിലിട്ടു. അത് ഡോട്ട് കൊറി എന്ന് വിളിച്ചു. ആ കൊറിയെ സ്ട്രിങ്ങിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സോറി കൗണ്ട് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് കൗണ്ട് എടുത്ത് കഴിയും. ദാറ്റ്സ് ഐ. ഓക്കെ ഫൈൻ. കൗണ്ടിന് അത് പോസിബിൾ അല്ല. പക്ഷേ ഇവൻ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഓൾ എന്ന് വിളിച്ചതിന് ശേഷം അതൊരു ബ്രാക്കറ്റ് ഇട്ടിട്ട് അതേ ഡോട്ട് കൊറി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കൊറി ഒബ്ജക്റ്റ് കിട്ടും. അതിനെ സ്ട്രിങ്ങിഫൈ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്ന SQLite ഡാറ്റാബേസ് ആയതുകൊണ്ട് SQLite എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന സ്ട്രിങ് കൊറി എന്താണെന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. സെലക്ട് event dot id, event dot title, event dot description, event dot registration clause set, event dot start set, event dot ends room from event എന്ന് പറഞ്ഞ ടേബിളിൽ നിന്ന് ഇത്രയും സാധനങ്ങൾ എടുത്തുകൊണ്ട് വരിക എന്നുള്ള SQL ആണ് ഇവിടെ റൺ ആവുന്നത്. അപ്പോൾ ഇറ്റ്സ് ക്ലിയർ. SQL എന്താണെന്ന് അറിയാത്തവർക്ക് ചെറിയ ഡൗട്ട് കാണും. ബട്ട് ഈ ഒരു കൊറിയാണ് എന്ത് ചെയ്യുന്നത്? നേരെ ഡേറ്റാബേസിലോട്ട് പോകും. ഡേറ്റാബേസിലോട്ട് പോയി കഴിയുമ്പോൾ അവിടുന്ന് അതൊരു എന്ത് ചെയ്യും? അവിടുന്ന് കിട്ടുന്ന ഡേറ്റാനെ പൈത്തൺ എന്ത് ചെയ്യും? പൈത്തൺ ഒരു ഡിക്ഷണറി ആക്കിയിട്ട് ജാങ്കോയ്ക്ക് കൊടുക്കും. ജാങ്കോ എന്ത് ചെയ്യും? അത് കറസ്പോണ്ടിങ് ഇവന്റ് എന്ന് പറഞ്ഞ ടേബിളിനകത്തോട്ട് മാപ്പ് ചെയ്തിട്ട് നമുക്ക് തരും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പം ഇനി ഈ സാധനം കൊണ്ട് വേറെ എന്തൊക്കെ ടേബിളിനകത്ത് എല്ലാം എടുത്തുകൊണ്ട് വരാൻ പറ്റും. വേറെ എന്തൊക്കെ പരിപാടിയുണ്ട്? ഡോട്ട് ഫിൽറ്റർ എന്ന ഒരു പരിപാടിയുണ്ട്. ഫിൽറ്റർ എന്ന് പറഞ്ഞ പരിപാടി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഫിൽറ്റർ ചെയ്യാം. id equal to 1. event dot objects dot all dot filter id equal to 1 വിളിച്ചു കഴിഞ്ഞാൽ id 1 ആയിട്ടുള്ള സാധനങ്ങളെ മാത്രം ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. id അല്ലെങ്കിൽ ടൈറ്റിൽ ഈക്വൽ ടു LIGHT MUSIC. ടൈറ്റിൽ സിഗ്ലി മ്യൂസിക് ലൈറ്റ് മ്യൂസിക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടൈറ്റിൽ ലൈറ്റ് മ്യൂസിക് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എക്സാക്ട്ലി ഇങ്ങനെ പറയാൻ പറ്റില്ല. ഞാനൊരു കാര്യം ചെയ്യാണ്. ING വെച്ച് എൻഡ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും എനിക്ക് കിട്ടണമെന്ന് വെച്ചാൽ ING വെച്ച് എൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയുണ്ട് ഇവിടെ?
ഡ്രോയിങ്ങും പെയിന്റിങ്ങും ഉണ്ട് ING വെച്ച് എൻഡ് ചെയ്യുന്നത്. സോ ING വെച്ച് എൻഡ് ചെയ്യുന്ന സാധനം ഫിൽട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്? ടൈറ്റിൽ കണ്ടെയ്ൻസ്, അല്ലെങ്കിൽ ടൈറ്റിൽ എൻഡ് ചെയ്യുന്നല്ല, ടൈറ്റിലിനകത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ING ഉള്ള സാധനങ്ങൾ, ടൈറ്റിൽ എവിടെയെങ്കിലും ING ഉള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ ടൈറ്റിൽ കണ്ടെയ്ൻസ് ING എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ING ഉള്ള സാധനങ്ങൾ എടുത്തിട്ട് വരും. ഓക്കെ, ടൈറ്റിലിനകത്ത് ഒരു സ്പേസ് ഉള്ള ഐറ്റംസ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് ഉള്ള ഐറ്റംസ് എടുത്തിട്ട് വരും. ഇനി ടൈറ്റിൽ എൻസ് വിത്ത് ENDSWITH എൻസ് വിത്ത് ING എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ING വെച്ച് എൻഡ് ചെയ്യുന്ന സാധനങ്ങൾ അടിച്ചുകൊണ്ട് വരും. എൻസ് വിത്ത് ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TING വെച്ച് എൻഡ് ചെയ്യുന്ന സാധനങ്ങൾ എടുത്തിട്ട് വരും. ഓക്കെ, ഇനി ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത് TING എന്ന് വെച്ചു, ക്യാപിറ്റൽ TING ആണ്. അപ്പോൾ ഇത് എടുത്തുകൊണ്ട് വരത്തില്ല. ഓക്കെ, സോറി, അത് SQLite 3 എടുത്തുകൊണ്ട് വരും. കാരണം SQLite 3 എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ഡേറ്റ അല്ല. ഓക്കെ, പക്ഷെ കേസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റാബേസസ് ഉണ്ട്. പോസ്റ്റ്ഗ്രസ് പോലത്തെ സാധനങ്ങൾ എനിക്ക് തോന്നുന്നു പോസ്റ്റ്ഗ്രസ് കേസ് സെൻസിറ്റീവ് ആണെന്ന് തോന്നുന്നു. സോ പക്ഷെ കേസ് ഇൻസെൻസിറ്റീവ് ആയിട്ട്, അതായത് ഇപ്പോൾ ക്യാപിറ്റൽ TING അടിച്ചു കഴിഞ്ഞാലും സ്മോൾ TING ആണ് ഡേറ്റാബേസിൽ കിടക്കുന്നതെന്നുണ്ടെങ്കിലും ഇത് മാച്ച് ആണ്. ഓക്കെ, അങ്ങനെ ഇഗ്നോർ കേസ് ഇഗ്നോർ ചെയ്തുകൊണ്ട് ഇത് ചെയ്യണം. എന്താ, അതായത് കേസ് അപ്പർ കേസ് ലോവർ കേസ് ഇഗ്നോർ ചെയ്തുകൊണ്ട് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ പ്ലേസ് INS വിത്ത്. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഗ്നോർ കേസ് എന്നുള്ളതാണ്. ഓക്കെ, INS വിത്ത് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് ടിങ് എന്ന് പറയുന്നത് ഇവിടെ ക്യാപിറ്റലാണ് കൊടുത്തിരിക്കുന്നത്, ഇവിടെ സ്മോൾ ആണെന്നുണ്ടെങ്കിൽ ഇത് റിസൾട്ട് എടുത്തിട്ട് വരും. ഇപ്പോൾ ഇത് എടുത്തുകൊണ്ട് വന്നത് SQLite എന്ന് പറയുന്നത് ഇതല്ല, കേസ് സെൻസിറ്റീവ് അല്ലാത്തതുകൊണ്ടാണ്, I ഇല്ലാതെ തന്നെ എടുത്തുകൊണ്ട് വന്നത്. ഇനിയും IEXACT, എക്സാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പെയിന്റിംഗ് എന്ന് കൊടുക്കുക. ഓക്കെ, പക്ഷെ ഇതിന്റെ ക്യാപ്സ് പ്രശ്നമില്ല, പക്ഷെ സ്റ്റിൽ പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ എക്സാക്ട് ടൈമാണ് നമുക്ക് കിട്ടേണ്ടത്. ആ കേസിൽ IEXACT യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ IContains ഉണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കുറെ രീതിയിൽ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. പിന്നെ ID LT = 3 <= 3 ഫിൽറ്റർ ID <= 3 കൊടുത്തു കഴിഞ്ഞാൽ ID 3യേക്കാൾ ചെറുതായിട്ടുള്ള സാധനങ്ങളാണ്. ലൈറ്റ് മ്യൂസിക്കും റെസിറ്റേഷനും വന്നു. ഇനി <= 3. ഓക്കെ, അതുപോലെ തന്നെ <= 3, <3. ഓക്കെ, NE ഇല്ല കേട്ടോ, NE SQLite 3 സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ = ആയിരുന്നു ഉദ്ദേശിച്ചത്. ഓക്കെ, പിന്നെ ID IN എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലിസ്റ്റിനകത്ത് പാസ് ചെയ്ത് വിടാം, 3ഉം 1ഉം. ഓക്കെ, event.objects.on.filter ID in list 3,1. അപ്പോൾ 3,1 ആയിട്ടുള്ള സാധനം ഉണ്ടെങ്കിൽ അതെടുത്തിട്ടില്ല. ഇവിടെ 3,1 5 കൊടുത്താലും കുഴപ്പമില്ല, കാരണം 5 എന്ന് പറഞ്ഞാൽ ID ഇല്ല എന്ന് പറഞ്ഞിട്ട് അതൊന്നും അടിക്കത്തില്ല. ഉള്ള ID എന്ന് പറഞ്ഞാൽ ഈ ലിസ്റ്റിനകത്തുണ്ടെങ്കിൽ അതെടുത്തിട്ടുണ്ട്. ഫൈൻ. അപ്പോൾ ഇതാണ് Django ORM വെച്ചിട്ട് നമുക്ക് സാധനം ഹാൻഡിൽ ചെയ്യാം. ഇനിയും ഇവിടുന്ന് ഇത് .delete എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഡേറ്റാബേസിൽ ഈ സാധനം ഡിലീറ്റ് ആയി പോകും. ഓക്കെ, ഞാൻ പക്ഷെ എല്ലാം ചെയ്ത് കാണിക്കുന്നില്ല, ഒരെണ്ണം വേണമെങ്കിൽ ഞാൻ ചെയ്ത് കാണിക്കാം, കാരണം ഞാൻ കഷ്ടപ്പെട്ട് ടൈപ്പ് ചെയ്ത് കയറ്റിയതാണ്. ഇതിനകത്ത് 4 അല്ലെങ്കിൽ ID in 4 അല്ലെങ്കിൽ ID = എങ്ങനെയാണെന്ന് കാണിക്കാം. ID = 4 .delete കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇവന്റ് ഇവിടുന്ന് ഡിലീറ്റ് ആയി. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് മിസ്സായി. ഒബ്സർവ് ക്ലിയർ. ഓക്കെ, ഇനിയൊരു പുതിയ ഇവന്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചോ, E = ഇവന്റ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാക്കറ്റ് വിളിക്കാം. E.title = പെയിന്റിങ്. registration closet. ഓക്കെ,
അപ്പോൾ എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ ക്ലോസ് അറ്റ് ഒരു പർട്ടിക്കുലർ ടൈം പറയണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ആ ടൈം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടൈം പറയുന്നത് സ്ട്രിങ്ങിലല്ല, ഡേറ്റ് ടൈം ഒബ്ജക്റ്റിലാണ്. ഇമ്പോർട്ട് ഡേറ്റ് ടൈം. അപ്പം അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡേറ്റ് ടൈം ആണ് നമ്മൾ പൈത്തണിൽ യൂസ് ചെയ്യുന്നത്. ജാങ്കോയിൽ യൂസ് ചെയ്യാൻ വേണ്ടി വേറൊരു ഡേറ്റ് ടൈം ഉണ്ട്. ഫ്രം Django dot utils import date time save. Hopefully ഇത് കറക്റ്റാണ്. ഓക്കെ, ഇത് കറക്റ്റാണ്. ഡേറ്റ് ടൈം സേവ് ഡോട്ട് ഡേറ്റ് ടൈം ഡോട്ട് നൗ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഡേറ്റ് ടൈം എന്താണോ നമ്മുടെ ടൈം സോൺ വെച്ചിട്ടുള്ള ഇപ്പോഴത്തെ ഡേറ്റ് ടൈം കാണിക്കും. ഓക്കെ, ഫ്രം ഡേറ്റ് ടൈം ഇമ്പോർട്ട് ടൈം ഡെൽറ്റ. ടൈം ഡെൽറ്റ എന്ന് പറയുന്ന സാധനം ഞാൻ എന്ത് ചെയ്യാം, ടി ഡി ഈസ് ഈക്വൽ ടു ടൈം ഡെൽറ്റ ഓഫ് ഡേയ്സ് ഈക്വൽ ടു 1, അവേഴ്സ് ഈസ് ഈക്വൽ ടു 9. അവേഴ്സ് അല്ലേ? ഓക്കെ, അവേഴ്സ് ഈസ് ഈക്വൽ ടു 9. അപ്പോൾ എന്താണ്, ഞാനൊരു ടൈം ഡെൽറ്റ ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ടൈം ഡെൽറ്റ എന്ന് വെച്ചാൽ എന്താണ്, ഒരു ദിവസം 9 മണിക്കൂർ, മീൻസ് 1 hour ആൻഡ് 1 day ആൻഡ് 9 hours. അത്രയും വ്യത്യാസമുള്ള, അത്രയും ഡേറ്റിലുള്ള ചേഞ്ച്, അതാണ് ടൈം ഡെൽറ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാൻ തോന്നും, പൈത്തണിൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാൻ തോന്നും. സോ നൗ ഈസ് ഈക്വൽ ടു ഡേറ്റ് ടൈം സേവ് ഡോട്ട് ഡേറ്റ് ടൈം ഡോട്ട് നൗ. അപ്പോൾ എന്താണ്, നൗ എന്ന് പറയുന്നൊരു ടൈമുണ്ട്, പിന്നെ ടൈം ഡെൽറ്റ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ട്. സോ നൗ പ്ലസ് ടൈം ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഡെൽറ്റ കിട്ടിയില്ല. നൗ ഇപ്പം പ്ലസ് ഒരു ദിവസം 8 മണിക്കൂർ, പക്ഷെ 9 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ടൈമിൻ്റെ കൂട്ടത്തിൽ ഒരു ദിവസവും 8 മണിക്കൂറുടെ കൂട്ടി. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഉള്ളത് 8 മണിക്കൂർ 26 ആയിരുന്നു. 26 ഒരു ദിവസം കൂടെ കൂട്ടി കഴിയുമ്പോൾ 27, പിന്നെ 16 മണിക്കൂറിൻ്റെ അടുത്ത് 9 മണിക്കൂറുടെ കൂട്ടി കഴിയുമ്പോൾ 24 മണ്ടയ്ക്ക് പോകും, അതായത് 25 ആവും. അപ്പോൾ 25 കഴിയുമ്പോൾ എന്താ, 1 മാറും. ഓക്കെ, അപ്പം എന്താണ്, ആ അത്രയും ദിവസത്തിലോട്ടൊരു ചേഞ്ച് വന്നു. അപ്പം ഈ ഡോട്ട് രജിസ്ട്രേഷൻ ക്ലോസ് സെറ്റ് ഈക്വൽ ടു നൗ പ്ലസ് ടി ഡി. ഒന്നുമില്ല, ഇപ്പോഴത്തെ ടൈമും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടുള്ള സമയം എത്രയാണോ ആ സമയത്തായിരിക്കും രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു സമയമായില്ലേ, ഇപ്പോഴത്തെ സമയം പ്ലസ് ഒരു ദിവസം 9 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള സമയം എന്ന് പറയുമ്പോൾ അതൊരു സമയമായി അല്ലേ. ആ സമയമായിരിക്കും എവിടെ വരുന്നത്, രജിസ്ട്രേഷൻ ക്ലോസ് സെറ്റ് എന്ന് പറഞ്ഞ വാല്യൂവിനകത്തോട്ട് വരുന്നത്. ഹോപ്പ് അത് ഒന്നിരുത്തി ആലോചിച്ച് കഴിഞ്ഞാൽ പിടികിട്ടും എന്താ സംഭവം എന്നുള്ള കാര്യം. സ്റ്റാർട്ട് സെറ്റ് നൗ പ്ലസ് ടി ഡി പ്ലസ് ടി ഡി. ഓക്കെ, എൻ സെറ്റ് നൗ പ്ലസ് ടി ഡി പ്ലസ് ഡേറ്റ് ടൈം ഓഫ് ഒരു 3 മണിക്കൂറൂടെ കൊടുക്കാം. സോറി, എന്തോ ഒരു ഇഷ്യൂ ഇവിടെ പറ്റിയത് എന്താന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. ഓക്കെ, PERIOD പീരിയഡ് ഇസ് ഈക്വൽ ടു ഓക്കെ ഡേറ്റ് ടൈം ഡോട്ട് ടൈം ഡെൽറ്റ. ഞാൻ ഒരു ഇഷ്യൂ വരുത്തിയത് ഡേറ്റ് ടൈം ഡോട്ട് ടൈം ഡെൽറ്റ ഓഫ് 3 hours. ഓക്കെ, ഈ ഡോട്ട് സി അടിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ പുതിയൊരു സെക്കൻഡ് ആഡ് ചെയ്തു. അതിനകത്തൊരു ഡേറ്റ് ടൈം വന്നിട്ടുണ്ട്, സ്റ്റാർട്ട് ഡേറ്റ് വന്നിട്ടുണ്ട്, എൻഡ് ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, അത് ഇവിടെ കുറച്ച് കൺഫ്യൂഷൻസ് കാണും. ഒന്നും ചെയ്തിട്ടില്ല, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ഇവൻറ്റ് ഒബ്ജക്റ്റ് ഉണ്ടാക്കി, ആ ഇവൻറ്റിന് ഒരു ടൈറ്റിൽ ഒബ്ജക്റ്റ് ഇട്ടു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഡേറ്റ് ടൈം ഇമ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോഴത്തെ ടൈം എടുത്തു, അതുപോലെ തന്നെ ഒരു ടൈം ഡെൽറ്റ ഒബ്ജക്റ്റിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യം പൈത്തണിൻ്റെ ഇതാണ്.
നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിലും കിട്ടും. എന്ത് ചെയ്യുന്നു, ഈ നൗ പ്ലസ് ടൈം ഡെൽറ്റ എന്ന് പറയുമ്പം ഇപ്പോഴത്തെ സമയം 9 മണിയും 3 മണിക്കൂർ, ടൈം ഡെൽറ്റ എന്ന് പറയുന്നത് 3 മണിക്കൂറാണെങ്കിൽ ഇപ്പോഴത്തെ സമയം 9 മണി പ്ലസ് 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ 9 മണി പ്ലസ് 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ 12 മണി. ഓക്കെ, ഇവിടെ സ്റ്റാർട്ട് സെറ്റ് എന്ന് പറയുമ്പോൾ 9 മണി പ്ലസ് 3 മണിക്കൂർ പ്ലസ് 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ 9 മണി പ്ലസ് 3 മണിക്കൂർ 12 മണി, 12 മണി പ്ലസ് 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ 3 മണി, നാളെ വെളുപ്പിന് 3 മണി. ഓക്കെ, അതിൻ്റെ കൂടുതൽ ഒരു 3 മണിക്കൂർ ആഡ് ചെയ്യാണ് എൻ സെറ്റിൽ. അപ്പോൾ എന്താണ്, നാളെ ഒരു വെളുപ്പിന് 6 മണി. അങ്ങനെ ഓരോ സമയം ഓരോ വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, ആ ഇവന്റിൽ അങ്ങ് സേവ് ചെയ്തു. സിംപിളി അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. ടൈം ഡെൽറ്റയുടെ കാര്യം കൺഫ്യൂഷൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കീപ്പ് ചെയ്യുക. പക്ഷെ ഞങ്ങൾക്ക് അത് ആവശ്യം വരും, ഉറപ്പായിട്ടും ആവശ്യം വരും. ഓക്കെ, അപ്പം അത് നിങ്ങൾ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ഒന്ന് തറവാക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു സീരീസിനകത്ത് പൈത്തനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വീഡിയോ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ഹോപ്പ്ഫുള്ളി ഇറ്റ്സ് ക്ലിയർ. അപ്പം ഇങ്ങനെയാണ് ഒരു ഡേറ്റ എൻട്രി ചെയ്യുന്നത്, അതായത് ഒരു SQL ORM ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ ഞാൻ ഓടിച്ചിട്ട് പോവാം. ഇവന്റ് ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഓൾ, ഇവന്റ്സ് ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഓൾ ഡോട്ട് ഡിലീറ്റ്. ഓക്കെ, ഇവന്റ് ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഓൾ ഡോട്ട് ഫിൽറ്റർ ID LTE ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയില്ലേ? ഫൈൻ. അപ്പം ഇതാണ് ജാങ്കോ ORM. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞൊരു മോഡൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഓൾ. ഈ ഒരു പോൾസ് ആപ്പിനകത്ത് വന്നിരിക്കുന്ന എക്സാമ്പിൾ അല്ലാതെ നമ്മൾ മറ്റൊരു എക്സാമ്പിൾ നോക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ പിടികിട്ടി അല്ലേ? ഇനിയും ഈ എന്ന് പറഞ്ഞൊരു ഇവന്റ് ഒബ്ജക്റ്റ് ഉണ്ട് അല്ലേ? ഇനിയും ഈ ഇവന്റിന് കറസ്പോണ്ടിങ് എന്ത് ചെയ്യുന്നുണ്ട്, കുറെ രജിസ്ട്രേഷൻസ് വന്നിട്ടുണ്ടാവില്ലേ? ഇവന്റിന് കറസ്പോണ്ടിങ് കുറെ രജിസ്ട്രേഷൻസ് വന്നിട്ടുണ്ടാവും അല്ലേ? അത് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് വെച്ചാൽ ഈ ഡോട്ട് രജിസ്ട്രേഷൻ സെറ്റ് ഡോട്ട് ഓൾ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവന്റ് ഇത് രജിസ്ട്രേഷൻ എന്നായിരുന്നു ഈ ടേബിളിന്റെ പേര് അല്ലേ? ഈ ടേബിളിന്റെ പേര് ഇവന്റ് എന്നാണ്, ഈ പേര് ഇതിന്റെ പേര് രജിസ്ട്രേഷൻ എന്നാണ്. അപ്പം രജിസ്ട്രേഷനകത്ത് രജിസ്ട്രേഷനകത്ത് ഇവന്റ് എന്ന് പറഞ്ഞ ടേബിളിൽ ഒരു ഫോറിൻ കീ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ആ ഇവന്റിനെ കിട്ടാൻ ആ ഒബ്ജക്റ്റ് ഡോട്ട് ഇവന്റ് വിളിച്ചാൽ മതി, രജിസ്ട്രേഷൻ ഒബ്ജക്റ്റ് ഡോട്ട് ഇവന്റ് എന്ന് വിളിച്ചാൽ മതി. അപ്പം പകരം ഈ ഇവന്റ് ഇപ്പം പോയട്രി എന്ന് പറയുന്ന അല്ലെ ഒരൊറ്റ ഇവന്റിലോട്ട് മാപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട്, അല്ലെങ്കിൽ ഈ ഒരു പെയിന്റിംഗ് എന്ന് പറഞ്ഞ ഒരു ഒറ്റ ഒബ്ജക്റ്റിലോട്ട് വന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണും. അപ്പം ഈ പെയിന്റിങ്ങിന് കറസ്പോണ്ടിങ് ഒരുപാട് രജിസ്ട്രേഷൻസ് കാണും അല്ലേ? ഒരു രജിസ്ട്രേഷൻ ഒരു ഇവന്റിലോട്ടായിരിക്കും. അപ്പോൾ ആ ഇവന്റിന് കറസ്പോണ്ടിങ് ഒരുപാട് രജിസ്ട്രേഷൻസ് കാണാൻ ചാൻസ് ഉണ്ട്. ഒരാളല്ലല്ലോ, അതുപോലെ പലരല്ലേ വന്ന് രജിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ ഇവന്റിന് കറസ്പോണ്ടിങ് എന്തുമാത്രം രജിസ്ട്രേഷൻസ് ഉണ്ടെന്ന് കിട്ടാൻ ആ ഇവന്റ് ഒബ്ജക്റ്റ് ഡോട്ട് രജിസ്ട്രേഷൻ, ആ ടേബിളിന്റെ പേര് സ്മോൾ ലെറ്ററിൽ അണ്ടർസ്കോർ സെറ്റ് ഡോട്ട് ഓൾ. നമ്മളവിടെ ഇവന്റ് ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഓൾ എന്ന് വിളിക്കുമ്പോൾ ഇവന്റിനകത്തെ ആ ടേബിളിൽ തന്നെ ആയിട്ടുള്ള ഒബ്ജക്ട്സ് കംപ്ലീറ്റ് കിട്ടും. ഈ ഡോട്ട് ഇവന്റ് ആ ഒരു ഒബ്ജക്റ്റ് ഡോട്ട് രജിസ്ട്രേഷൻ സെറ്റ്, രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ടേബിളാണ് ഇവന്റ് എന്ന് പറയുന്ന ടേബിളിലെ ഫോറിൻ കീ ഉള്ളത്. അതുകൊണ്ട് രജിസ്ട്രേഷൻ അണ്ടർസ്കോർ സെറ്റ് ഡോട്ട് ഓൾ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്താ, ഈ ഇവന്റിന് കറസ്പോണ്ട് ഏതെങ്കിലും രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് നമുക്ക് കിട്ടും. ഈ ഓളിൽ എന്ത് ചെയ്യാം, നമുക്ക് അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഇതിനകത്ത് ഈ രജിസ്ട്രേഷന്റെ കൂട്ടത്തിൽ ഫിൽട്ടർ ചെയ്യാം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം എന്ത് ചെയ്യും, നമുക്ക് ബേസിക്കലി പഠിക്കാം. ഇതൊരു കൊറി സെറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട്, ഇതൊരു കൊറി സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ഇവന്റ് ഡോട്ട് ഒബ്ജക്റ്റ് ഡോട്ട് ഓൾ കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഇത് കഴിഞ്ഞാലും ചെയ്യാൻ പറ്റും. അത് അപ്ലൈ ചെയ്യുന്നത് എന്തായിരിക്കും, ഈ കൊറി അപ്ലൈ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഓൾ ഡോട്ട് ഫിൽറ്റർ ഇവന്റ് ഈക്വൽ ടു ഇ. ഓക്കെ, ഡോട്ട് ഓൾ. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഇത് എന്നായിരിക്കും.
ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇത് രണ്ടെന്ന് പറയുന്നത് സെയിം ആണ്. ഇതെപ്പോഴാണ് വരുന്നത്? ഒരു ടേബിളിലെ റെഫറൻസ് മറ്റൊരു ടേബിളിലുണ്ടെങ്കിൽ, ഏന്ന് പറഞ്ഞ ടേബിളിലെ ഈവന്റ് എന്ന് പറഞ്ഞ ടേബിളിലെ റെഫറൻസ് രജിസ്ട്രേഷൻസിൽ ഉണ്ടെങ്കിൽ, ഓക്കെ, ആ ഇവന്റിലോട്ട് ഒരു പർട്ടിക്കുലർ ഇവന്റിലോട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രജിസ്ട്രേഷൻസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ആ ഇവന്റ് ഡോട്ട് ആ മോഡൽ നെയിം അണ്ടർസ്കോർ സെറ്റ് ഡോട്ട് ഓൾ എന്ന് വിളിച്ചാൽ മതി. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഈ ഒരു വീഡിയോ കുറെ ലെങ്തി ആയെന്ന് അറിയാം. എന്നാലും കൊറി സെറ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്. ഇതൊരു കടലോരെ കിടക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് ഈ കൊറി സെറ്റ്. കാരണം ഈ കൊറി സെറ്റ് എത്രത്തോളം അടിപൊളിയാവുന്നത്, ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂസിന് ക്വസ്റ്റ്യൻ വരുന്ന ചാൻസ് ഉള്ളതും ഈ ഒരു കൊറി സെറ്റിലോട്ട് തന്നെയാണ്. ഓക്കെ, എൻ്റെ അടുത്ത് ഇന്റർവ്യൂസിന് വരുമ്പോൾ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നല്ലൊരു ശതമാനം ഈ ഒരു കൊറി സെറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. എന്നോട് ഇന്റർവ്യൂസ് എടുത്തിട്ടുള്ള ആൾക്കാരിൽ ഈ ഒരു കൊറി സെറ്റിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ കൊറി സെറ്റ്സ് എന്ന സെഗ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. അത് എത്രത്തോളം തറവായിരിക്കും അത്രത്തോളം പെർഫോമൻസ് ഉള്ള സൈറ്റ് ആയിരിക്കും ഞങ്ങൾ ഉണ്ടാക്കുന്നത്, അത്രത്തോളം ഫാസ്റ്റ് ആയിട്ടുള്ള സൈറ്റ് ആയിരിക്കും ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അതിന് നമുക്ക് വഴിയെ പഠിക്കാം എങ്ങനെയാണെന്നുള്ള കാര്യം. സോ ഈ ഒരു വീഡിയോ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ബൈ.